ലഹരി പലരും അതിനാൽ പിടിക്കപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയൊരു സുഖപ്രതീക്ഷ നൽകിക്കൊടുക്കാമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ഞങ്ങൾക്ക് ഇവിടെയും കടന്നു വരുവാൻ സർവശക്തനായ ദൈവം അവസരത്തെ ഒരുക്കി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ലഹരി ബോധവൽക്കരണ സന്ദേശ യാത്രകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതനായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ ഡേവിഡ് എബ്രഹാമിനെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന്റെ ഇരു കണ്ണുകൾക്കും വളരെ 100% കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനാണ്. എന്നാൽ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കപ്പെടുന്ന അനുദിനമുള്ള വാർത്തകൾ മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ കൊണ്ട് ഒത്തിരി യുവജനതകൾ നശിക്കുന്നതിനെ പറ്റി ചൊല്ലിയുള്ള അതിയായിട്ടുള്ള ഒരു ഭാരമാണ് ഇതുപോലെയുള്ള ലഹരി ബോധവൽക്കരണ സന്ദേശ യാത്രകൾ നടത്തുവാൻ പ്രിയപ്പെട്ട ദൈവമനുഷ്യന്റെ ഹൃദയത്തിൽ ആഗ്രഹം തോന്നി ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ പുറമേ നോക്കിയാൽ കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെയും ലോകത്തെ മുഴുവനായി തകർത്തുകൊണ്ടിരിക്കുന്ന, കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും മനുഷ്യന്റെ സ്വപ്നങ്ങളെ മുച്ചോട് പൊടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ തന്റെ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും തന്റെ ഹൃദയ കണ്ണുകൾ തുറന്നുകൊണ്ട് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് തന്നാലാവോളം തൻ കുടുംബമായി ഇതുപോലെയുള്ള ലഹരി ബോധവൽക്കരണ സന്ദേശം കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയും 14 ജില്ലകളിലും ഇങ്ങനെ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. തന്നോടൊപ്പം റവറൻഡ് ലാലു അവർകൾ മറ്റു ചില ദൈവദാസന്മാരും തന്നോടൊപ്പമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് എനിക്കും ഇതുപോലെ ഈ അടൂർ പട്ടണത്തിൽ നിന്നുകൊണ്ട് ഇതിനു മുൻപും എന്റെ പ്രഭാഷണം പല ആവർത്തി ശ്രദ്ധിച്ചിട്ടുള്ള ആളുകളാണ് ഈ ദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിപ്പാൻ എനിക്ക് ലഭ്യമായിരിക്കുന്ന അവസരം വലിയൊരു ഭാഗ്യമായി, പദവിയായി ഞാൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശത്തുള്ള എല്ലാ പ്രിയ വ്യാപാരി വ്യവസായികൾ, ഡൈവേഴ്സിലുള്ള പ്രിയപ്പെട്ടവർ, വളരെ തിരക്കിട്ട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയ സ്നേഹിതർ, എന്റെ സഹപാഠികൾ അടക്കമുള്ള ഒട്ടനവധി ആളുകൾ ഈ അനുഗ്രഹിക്കപ്പെട്ട തുടർന്നുള്ള പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളെയും ഈ വൈകിയ വേളയിൽ ഞാൻ വന്ദനം ചെയ്തുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഹൃദയത്തിന്റെ ഹൃദയങ്ങളിൽ വളരെ നാളുകളായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സന്ദേശം കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ് സമാധാനം എന്നുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെയും പത്രദൃശ്യ മാധ്യമങ്ങളിലും ഓരോ ചാനൽ ചർച്ചകളിലും ഓരോ രാഷ്ട്ര തലവന്മാർ ചാനൽ ചർച്ചകളിലും ഓരോ രാഷ്ട്ര തലവന്മാരുമായി തമ്മിലുള്ള ഒത്തിരി ചർച്ചകൾ അനുദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ചർച്ചകളുടെ എല്ലാം ആകെ ഉദ്ദേശം എന്താ എന്ന് ചോദിച്ചാൽ, എങ്ങനെ നമ്മുടെ നാടിന് സമാധാനം കൊടുക്കാമെന്നുള്ള ഒറ്റ കാര്യമാണ് ഈ ദിവസങ്ങളിൽ മുഴുവനായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് യുദ്ധങ്ങളാലും യുദ്ധശ്രുതികളാലും അനേക പിറ്റുകുഞ്ഞുങ്ങളടക്കം തകർന്നടിയുമ്പോൾ, നാളെയുടെ വേളയിൽ ഭാവി വാഗ്ദാനങ്ങളാകേണ്ട ഒത്തിരി ആളുകൾ തകർന്നടിഞ്ഞു വീഴുമ്പോൾ, ഓരോ ഭൂമിയിലും മാംസം പൊട്ടിച്ചേറുമ്പോൾ, അങ്ങനെ രക്തപ്പുഴയായി ഒഴുകപ്പെടുന്ന ഈ വല്ലാത്ത അന്തരീക്ഷത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് ഓരോ രാഷ്ട്രത്തലവന്മാരും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന അതിപ്രധാനമായിട്ടുള്ള വിഷയമാണ് എങ്ങനെ നമുക്ക് അല്പം സമാധാനം കൈവരിക്കാമെന്നുള്ളത്. നമ്മുടെയൊക്കെ വീടുമുറ്റത്തേക്ക് പ്രഭാതത്തിൽ പറഞ്ഞു വീഴുന്ന മംഗളമോ മനോരമയോ കൗമുദിയോ എന്ന് ഏതുമായിക്കൊള്ളട്ടെ, ഏത് പത്രങ്ങൾ നോക്കിയാലും, മനോരമയും കൈരളിയും 24 അടക്കമുള്ള ഏത് വാർത്താ ചാനലുകൾ നമ്മൾ നോക്കിയാലും, ഓരോ ദിവസങ്ങളിലും വാർത്തകൾ കേൾക്കുമ്പോൾ